ഏതാണ്ട് 10-25 കൊല്ലം മുമ്പ് ഈ എറണാകുളം പരിസരത്ത് നടന്ന ഒരു സംഭവമാണ്. സ്ഥലത്തെ ഒരു അതിപുരാതന സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ സീനിയറായിട്ടുള്ളൊരു വൈദികനുണ്ട്. അതുകൂടാതെ ഒരു യുവ വൈദികനും ഉണ്ടായിരുന്നു. ഈ അസ്തേന്തി അച്ഛൻ അഥവാ അസിസ്റ്റൻ്റ് വികാരി എന്ന് പറഞ്ഞ ആൾ നല്ല ചൊറുചൊറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇടവകയിലുള്ള തരണീമണികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ, അധികം വൈകാതെ ഈ സഹവൈദികൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. അത് ഇടവക അംഗങ്ങളുടെ ഇടയിൽ മുറുമുറുപ്പിനിടയാക്കി അവസാനം ചില സത്യവിശ്വാസികൾ ഇദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിച്ചേരിച്ചു. അതേ തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, പുള്ളി ഇടവകക്കാരനാണ്, എന്നോട് പറഞ്ഞത്, ഇടവകയിൽ കല്യാണം കഴിച്ചു വരുന്ന പെൺപിള്ളേർ പ്രസവിക്കുമ്പോൾ അവരുടെ കുഞ്ഞിന് അപ്പൻ്റെ ചായ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ്റെ ചായ ആയിരിക്കും, അതുകൊണ്ടാണ് അയാളെ കൈവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വൈദികൻ പിന്നീട് വൈദിക വൃത്തി ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും സത്യസന്ധമായ ജോലിക്ക് പോയി കാണുന്നു. ഇല്ല, അദ്ദേഹം അധികം വൈകാതെ എറണാകുളം പരിസരത്ത് തന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രം ആരംഭിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പുള്ളിയെക്കുറിച്ച് യാതൊരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് പുള്ളി ആന്തരിക സൗഖ്യ ധ്യാനം നടത്തി അവരുടെയൊക്കെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ധ്യാനത്തിന് നമ്മൾ മനസ്സിലാക്കാത്ത പല അർത്ഥതലങ്ങളുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ഓർക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ സംഭവം മറന്നു വരുന്നു, ഈ തമാശയും മറന്നു വരുന്നു. ഇപ്പോൾ ഇത് ഓർക്കാനുള്ള കാരണം ഈ കന്യാസ്ത്രീ പീഡന കേസിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവ്, അദ്ദേഹത്തെ ജലന്ധർ രൂപതക്കാർ പിരിച്ചുവിട്ടു. അവിടെ ഇപ്പോൾ പുള്ളിക്ക് ജോലിയൊന്നുമില്ല. അങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതായി തീർന്ന അദ്ദേഹം പഴയ പ്രതാപമൊക്കെ കടലാസിൽ മാത്രമായി. പുള്ളി ഇപ്പോൾ കോട്ടയത്തിനടുത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം എന്നൊരു മഹാസ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിൽ നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഇദ്ദേഹത്തെ അതിൻ്റെ പ്രധാന ധ്യാന ഗുരുവായിട്ട് നിയമിച്ചിരിക്കുകയാണ്. അവിടെ ഈ വരുന്ന ഓഗസ്റ്റ് 20 മുതൽ 23 വരെ വലിയൊരു ധ്യാനം നടക്കുന്നത്, വിജയാരാധന ധ്യാനം എന്ന് പറയുന്ന അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ എന്താണ്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം, അതായത് ചെറിയ കുട്ടികൾക്ക് സൽബുദ്ധി ഉപദേശിക്കാനും അവർ സന്മാർഗം കാണിക്കാനും കർത്താവിൻ്റെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കാനും വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്. മറ്റേത് എന്ന് പറയുന്നത് വിവാഹം കഴിച്ച് വളരെ കാലമായിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് വേണ്ടിയുള്ള ധ്യാനമാണ്. രണ്ടായാലും മുളക്കൽ പിതാവ് നയിക്കുന്ന ധ്യാനം ഒരു കാരണവശാലും മോശം വരാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ യുവ വൈദികൻ്റെ പോലെ അവിടെ ഈ ധ്യാനത്തിന് പോകുന്ന ആളുകൾക്ക് ഫലസിദ്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഏതായാലും മുളക്കൽ പിതാവ് ഇങ്ങനെ ധ്യാനം തുടങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ളവർ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ അസ്വസ്ഥരായിട്ടുണ്ട്. പുള്ളിയുടെ ധ്യാനം ഏത് രീതിയിലായിരിക്കും? ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗം പോലെ ആയിരിക്കും. ഇവിടെ ധ്യാനത്തിന് പോകുന്ന ഓരോ സ്ത്രീകൾക്ക് എത്ര കുട്ടികൾ വീതം ഉണ്ടാകും എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഈ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ലാഭകരമായിട്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞത്, നിങ്ങൾ റോഡിൽ കൂടി വെറുതെ നാഷണൽ ഹൈവേ കൂടി സഞ്ചരിച്ചാൽ മനസ്സിലാവും. കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലമായല്ലോ, കുട്ടികളായില്ലേ എന്ന ചോദ്യം കേട്ട് വിഷമിക്കുന്നവർ പേടിക്കണ്ട. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുവിൻ, കുട്ടികളെ ഉണ്ടാക്കി തരുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളാണ്, കംപ്ലീറ്റ് ഇൻഫെർട്ടിലിറ്റിയാണ്. അങ്ങനെയുള്ള ക്ലിനിക്കുകൾ നടത്തുന്ന ആളുകളും ആശങ്കാകുലരായിരിക്കണം. കാരണം ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി IVF IUI ഒക്കെ ചെയ്യണമെങ്കിൽ വലിയ കാശ് ചിലവാണ്. മുളക്കൽ പിതാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഇൻഫെർട്ടിലിറ്റി സെൻ്ററുകൾ, ക്ലിനിക്കുകൾ അടച്ചു പൂട്ടേണ്ടതായിട്ട് വരും. ഇപ്പോൾ എടപ്പാളിലെ പ്രസിദ്ധമായ ആശുപത്രിയുണ്ട്, ഞാനതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ആശുപത്രിയുണ്ട്. നാട്ടിലെമ്പാടും ഇതുപോലെ ഒരുപാട് ആശുപത്രികൾ, ക്ലിനിക്കുകളുണ്ട്. മൂവാറ്റുപുഴയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനങ്ങളെയൊക്കെ ആളുകൾ വളരെ അസൂയയോട്ടാണ് അല്ലെങ്കിൽ ഈർഷ്യയോട്ടാണ് നോക്കുന്നത്. കാരണം ഇവർ വല്ലാതെ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാരണം. അവരൊക്കെ കച്ചവടം പൂട്ടാൻ പോവുകയാണ്, ഈ പ്രസ്ഥാനം പൊളിയാൻ പോവുകയാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന വാക്ക് തന്നെ ഇനി മലയാള ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പോലും ഇല്ലാണ്ടാകാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ പോവുക, മുളക്കൽ പിതാവിൻ്റെ ആത്മീയമായ അനുഗ്രഹം നേടിയെടുക്കുക, ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കുക. പിന്നെ ഈ നാട്ടിൽ ജനസംഖ്യ കുറഞ്ഞുപോയി എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാകുകയില്ല. ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിക്കും. ഈ ധ്യാനം കൊണ്ട് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
കാരണം ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കർത്താവിൻ്റെ പ്രിയങ്കരനായ ഫ്രാങ്കോ പിതാവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു എളിയ സജഷൻ കൂടി മുമ്പോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ മാനന്തവാടിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട റോബിൻ അച്ഛനെ കൂടി കൂടുതൽ പെടുത്തുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിനും അതൊരു അഭിവൃദ്ധിക്ക് ഇടയാകും. പിന്നെ അവിടെ ധ്യാനത്തിന് പോകുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകും. ഈ കാര്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത് ഞാൻ പറയുന്നത് ഫ്രാങ്കോയോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേട് കൊണ്ടോ ഈർഷ്യ കൊണ്ടോ മനസ്താപം കൊണ്ടോ അല്ല. മാത്രമല്ല, വിജയാരാധന ധ്യാനം എന്ന് പേര് കൊടുത്തത് നന്നായി. കാരണം പിതാവിനെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി അടുത്ത മാസം പരിഗണിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഇതിൻ്റെ വാദം കേട്ട് പിതാവിന് അബദ്ധവശാൽ മിക്കവാറും പുള്ളിയെ വെറുതെ വിട്ട വിധിയിൽ ഇടപെടാൻ ഞാൻ നോക്കിയിട്ട് കാരണമൊന്നും കാണുന്നില്ല. കാരണം ഇദ്ദേഹത്തെ പോലുള്ള യോഗ്യന്മാർ അവരുടെ സേവനം ജയിലിന് പുറത്താനുള്ള ആവശ്യം. ഇവരെ പോലുള്ളൊരു ജയിലിൽ പോയാൽ പിന്നെ ഈ ആന്തരിക സൗഖ്യം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തെളിവും രേഖകളുമൊക്കെ പരിശോധിച്ച് ആ നിയമവശവും കൂടി നോക്കിയതിന് ശേഷം പുള്ളിയെ വെറുതെ വിട്ട വിധി ശരിവെക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ വെറുതെ വിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. കാരണം ആന്തരിക സൗഖ്യം അന്വേഷിച്ചെത്തുന്ന യുവതികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അത് വലിയ ബുദ്ധിമുട്ടിനിടയാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ദൈവം തമ്പുരാൻ വിജയിപ്പിക്കാൻ ഈ സംവിധാനത്തെ വിജയിപ്പിക്കണം, അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ആ കാര്യം അഡ്വക്കേറ്റ് രാമൻപിള്ളയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ പോലെ പ്രതിഭാസനായ ഒരു വ്യക്തിയുടെ സേവനം നമുക്ക് ഏവർക്കും കേരളീയ പൊതുസമൂഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ട് പുള്ളിയെ കോടതിയിൽ വിജയിപ്പിക്കാനും കൂടി ഈ ധ്യാനം ഗുണകരമാകട്ടെ എന്ന് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ.